ഇത്ര എളുപ്പത്തിൽ സദ്യ സ്പെഷ്യൽ സാമ്പാർ വേറെ ഉണ്ടാവും തന്നെ എനിക്ക് തോന്നുന്നില്ല കേട്ടോ. അത്രക്കും എളുപ്പത്തിൽ നല്ല ടേസ്റ്റി ആയിട്ട് കുക്കറിലൊരു സദ്യ സ്പെഷ്യൽ സാമ്പാർ തയ്യാറാക്കിയെടുക്കാം. ഞാനിവിടെ 3 ലിറ്ററിന്റെ കുക്കറാട്ടോ എടുത്തിട്ടുള്ളത്. കുക്കറിലേക്ക് പരിപ്പ്, ചെറിയുള്ളി, തക്കാളി, മഞ്ഞൾപ്പൊടി, കായപ്പൊടി, ഉപ്പ്, 2.5 കപ്പ് വെള്ളവും ചേർത്തിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് ഒരു 5 വിസിൽ വരുന്നവരെ വേവിച്ചെടുക്കാം. 2 വിസിൽ ഹൈ ഫ്ലെയിമിലും പിന്നെ ഒരു മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് ബാക്കി 3 വിസിൽ വരുന്നവരെ വേവിച്ചെടുക്കാം കേട്ടോ. പിന്നെ അതിലേക്ക് പ്രഷർ കംപ്ലീറ്റ് പോയതിന് ശേഷം 2 പച്ചമുളകും നമ്മൾ എന്തൊക്കെ വെജിറ്റബിൾസ് ആണോ എടുക്കുന്നത് അതെല്ലാം ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. പിന്നെ നമുക്കതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് ചെറിയൊരു ചെറുനാരങ്ങ വലുപ്പത്തിൽ പുളി പിഴിഞ്ഞ വെള്ളം കൂടെ ചേർത്ത് കൊടുക്കാം. പിന്നെ ഉപ്പ് നോക്കിയിട്ട് വേണമെന്നുണ്ടെങ്കിൽ ഉപ്പ് ചേർത്ത് കൊടുക്കാം. പിന്നെ നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് മേളത്തിൻ്റെ ഒതൻറ്റിക് ടേസ്റ്റിൽ തയ്യാറാക്കി എടുത്തിട്ടുള്ള സാമ്പാർ പൊടിയാണ് കേട്ടോ. അവരുടെ ഒത്തിരി പ്രൊഡക്ട്സ് അവൈലബിൾ ആണ്. പാലട മിക്സ്, സേമിയ മിക്സ്, അതുപോലെ മഞ്ഞൾപ്പൊടി, മുളക് പൊടി, അങ്ങനെ ഒരുപാട് പ്രൊഡക്ട്സ് അവൈലബിൾ ആണ് കേട്ടോ. അപ്പോൾ ഇപ്രാവശ്യത്തെ ഓണം എന്തായാലും മേളത്തോടൊപ്പം ഈ ഒരു സാമ്പാർ പൊടി എടുത്താൽ പിന്നെ അതിലേക്ക് എക്സ്ട്രാ മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, മുളക് പൊടി ഒന്നും ചേർക്കേണ്ട ആവശ്യമില്ല കേട്ടോ. അതിലേക്ക് 1/2 കപ്പ് കൂടെ വെള്ളം ചേർത്തിട്ട് 2 വിസിൽ ഹൈ ഫ്ലെയിമിൽ അങ്ങ് ഇട്ട് കൊടുക്കാം. എന്നിട്ട് പ്രഷർ പോയ ഉടനെ തന്നെ അത് ഓപ്പൺ ചെയ്താൽ അടിപൊളിയായിട്ട് വെജിറ്റബിൾസ് ഒന്നും ഉടയാതെ തന്നെ നമുക്ക് കിട്ടും. പിന്നെ ചെറിയൊരു പീസ് ശർക്കരയും 1/2 ടീസ്പൂൺ നെയ്യും ചേർത്ത് തിളപ്പിച്ചെടുക്കുക. പിന്നെ അതിലേക്ക് കുറച്ച് ഉണ്ടെങ്കിൽ മാത്രം കുറച്ച് മല്ലിയില കൂടെ ചേർത്ത് കൊടുക്കുക കേട്ടോ, ഒരുപാടൊന്നും വേണ്ട. പിന്നെ വെളിച്ചെണ്ണയിൽ കടുക്, കറിവേപ്പില, വറ്റൽമുളക്, 1/4 ടീസ്പൂൺ കാശ്മീരി മുളക് കൂടി ചേർത്ത് മൂപ്പിച്ചിട്ട് അതിലേക്ക് അങ്ങ് ഒഴിച്ചു കൊടുത്താൽ അടിപൊളി സാമ്പാർ റെഡി. ഇപ്രാവശ്യത്തെ ഓണം മേളത്തോടൊപ്പം.